അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഖാജ തങ്ങളെ പരാജയപ്പെടുത്താനുള്ള പുതിയൊരു പദ്ധതിക്ക് അജയ്പാൽ അണിയറയിൽ ശ്രമം തുടങ്ങി. മാന്ത്രിക വിദ്യയുടെ സഹായത്തോടെ പർവ്വതങ്ങളിൽ നിന്നും സർപ്പങ്ങളെയും തേളുകളെയും കൂട്ടത്തോടെ വരുത്തുക, എന്നിട്ടവയെ ഖാജ തങ്ങൾ താമസിക്കുന്ന താവളത്തിലേക്ക് അയക്കുക. ഇതായിരുന്നു അജയ്പാലൻ പരീക്ഷിച്ച പുതിയ തന്ത്രം. കുറച്ചു നേരം കൊണ്ട് അവിടെ ഒരു സർപ്പക്കാവായി മാറി. പാമ്പുകളും തേളുകളും ഖാജ തങ്ങൾക്ക് നേരെ ചീറിപ്പാഞ്ഞു ചെന്നു. പക്ഷേ ഖാജ തങ്ങൾ വരച്ച വൃത്തത്തിനടുത്ത് അവ ചത്തുമലർന്നു വീണു. എന്ന് മാത്രമല്ല, ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിനെയും ശിഷ്യന്മാരെയും ഭയപ്പെടുത്തുവാൻ അത് ഉപകരിക്കാതാവുകയും ചെയ്തു. യഥാർത്ഥ സർപ്പങ്ങളെ ഭയപ്പെടാത്ത അവരുണ്ടോ കൃത്രിമ സർപ്പങ്ങളെ ഭയപ്പെടുന്നു? അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയും സത്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാവുകയും ചെയ്ത അവർക്കെന്ത് സർപ്പഭയം? മാരണവിദ്യകളൊന്നും ഫലപ്പെടാതെ കണ്ടപ്പോൾ അജയ്പാലും അനുയായികളും അന്തം വിട്ടു നിൽക്കുകയാണ്. ഒരു കാലത്ത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ശശിദേവൻ ഇപ്പോൾ അദ്ദേഹം സഅദ് എന്നവരാണ്. ഖാജ തങ്ങൾ വരച്ച വൃത്തത്തിനകത്തുണ്ടായിരുന്നു. ഈ ദൃശ്യം ശത്രുക്കളെ കൂടുതൽ രോഷാകുലരാക്കി. പക്ഷേ രോഷം കണ്ടെന്ത് കാര്യം? സത്യത്തിന് മാത്രമാണല്ലോ വിജയം. അതാണിവിടെയും സംഭവിച്ചത്. എന്നാൽ അജയ്പാൽ അടങ്ങിയിരിക്കാൻ തയ്യാറായിരുന്നില്ല. എല്ലാ ശക്തിയും സംഭരിച്ച് അവർ മറ്റൊരു മാർഗം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അന്തരീക്ഷത്തിൽ നിന്നും തീ വർഷിപ്പിക്കുക എന്നതായിരുന്നു പുതിയ മാർഗം. താമസം വിന ഉപരിഭാഗത്തു നിന്നും തീമഴ വർഷിച്ചു തുടങ്ങി. അവിടെയാകെ ഇപ്പോൾ കത്തിച്ചാമ്പലാകുമെന്ന് കാണികൾക്ക് തോന്നി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എന്നു മാത്രമല്ല, ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു വരച്ച വൃത്തത്തിലേക്ക് ഒരു തീപ്പൊരി പോലും ചെന്നു പതിച്ചില്ല. അജയ്പാലിന്റെ മാന്ത്രിക ശക്തി ഇവിടെയും പരാജയപ്പെട്ടു. നിരാശനും കോപാന്തനുമായി തീർന്ന അജയ്പാൽ ഖാജ തങ്ങളെ സമീപിച്ചു ഭീഷണി മുഴക്കാൻ തുടങ്ങി. എന്നാൽ റബ്ബിന്റെ തിരുസാമീപം കരസ്ഥമാക്കിയ ഖാജ തങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. നിങ്ങളുടെ ഈ നിഷ്ഠൂര കൃത്യത്തിൽ എന്റെ കൂടെയുള്ളവരാണ് കഷ്ടപ്പെടുന്നത്. അവർ നിങ്ങളോട് മത്സരിക്കാൻ വന്നവരല്ല. ഞാൻ വിളിച്ചപ്പോൾ പോന്നു എന്നേയുള്ളൂ. എന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ അജയ്പാലനാണെന്നോർക്കുക. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഉടൻ ഇവിടെ നിന്ന് സ്ഥലം മാറിക്കൊള്ളുക. ഇല്ലെങ്കിൽ നിങ്ങളെ ചുട്ടു ചാമ്പലാക്കാൻ പറ്റുന്ന പല പണികളും ഞാൻ ചെയ്യും. അജയ്പാൽ ആക്രോശിച്ചു. ഉടൻ ഖാജ തങ്ങൾ ചോദിച്ചു, ഭൂമിയിലുള്ളതെല്ലാം കഴിഞ്ഞു, ഇനി ഉപരിതലത്തിൽ വെച്ചാണോ? പരിഹാസ ചുവയുള്ള ഈ വാക്ക് കേട്ടപ്പോൾ അജയ്പാലിന് കോപം വർദ്ധിച്ചു. പാഠം പഠിപ്പിച്ചേ പറ്റൂ എന്ന ഭാവത്തിൽ അവൻ വീണ്ടും വീണ്ടും ശ്രമങ്ങൾ തുടങ്ങി. ഒരിക്കൽ സഅദ് എന്നവർ ഖാജ തങ്ങളോട് ചോദിച്ചു, ബഹുവന്യരായ ഗുരുനാഥ, അങ്ങയിൽ നിന്നുമുള്ള അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൂടാതെ കരസ്ഥമാക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് അങ്ങ് താമസം മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാൽ അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഞങ്ങളെ അറിയിച്ചാലും. ഇതൊരപേക്ഷയായിരുന്നു. അപേക്ഷ മാനിച്ച് ഖാജ മുഈനുദ്ദീൻ തങ്ങൾ തന്റെ ശിഷ്യന്മാരിൽ ഒരാളെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, നീ ഇവരോടൊപ്പം പോയി നമുക്ക് താമസിക്കാൻ കൊള്ളാവുന്ന സ്ഥലം നോക്കി ഇവരെ അറിയിക്കുക. അങ്ങനെ ഖാജ തങ്ങളുടെ 3 ശിഷ്യന്മാർ നടന്നു കുറെ സ്ഥലങ്ങൾ പരിശോധിച്ച് ഒടുവിൽ സഅദ് എന്നവർ താമസിച്ചിരുന്ന സ്ഥലമാണ് അവർ തിരഞ്ഞെടുത്തത്. പ്രസ്തുത സ്ഥലം സഅദ് എന്നവർ ഖാജ തങ്ങൾക്ക് സൗജന്യമായി നൽകി. പിന്നീട് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയും ശിഷ്യന്മാരും പുതിയ സ്ഥലത്തേക്ക് താമസം മാറ്റി. അഥവാ ഇന്ന് ദർഗാ ഷരീഫ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെ വെച്ച് ഇസ്ലാമിക സന്ദേശം പഠിപ്പിച്ചും ഇബാദത്തിലുമായി ജീവിതം കഴിച്ചുകൂട്ടി. ആയിരക്കണക്കിന് ആളുകൾ ഖാജ തങ്ങൾ മുഖേന പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുമായി അജയ്പാൽ നടത്തുന്ന ഒളിയമ്പുകളും ഒന്നിനൊന്ന് കൃത്യമായി ഖാജ തങ്ങളുടെ പ്രതിരോധവും വിജയവും അജ്മീറിന് പുറത്തേക്കും അറിയാൻ തുടങ്ങി. ഖാജ തങ്ങളുടെ നേതൃത്വം ഒട്ടനേകം പേർ അംഗീകരിച്ചു കൊണ്ടിരുന്നു. എല്ലാ നിലയിലും അജയ്പാലന്റെ പരാജയം ജനമൊന്നടങ്കം അറിഞ്ഞു. ഖാജ തങ്ങളുടെ സുന്ദരാശയങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് ജനം അധികരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ പൃഥ്വിരാജിനും ഖാജ തങ്ങളുടെ മഹത്വം മനസ്സിലായി. അങ്ങനെ ഇരിക്കെ സഅദ് ദാനം ചെയ്ത സ്ഥലത്തേക്ക് ഖാജ തങ്ങളും ശിഷ്യന്മാരും താമസം മാറ്റിയതിനു ശേഷം ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പൃഥ്വിരാജിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ക്ഷണം സ്വീകരിച്ചില്ല. ഇസ്ലാമിന്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും അറിയാതിരുന്നത് കൊണ്ടല്ല പൃഥ്വിരാജൻ ക്ഷണം സ്വീകരിക്കാതിരുന്നത്, മറിച്ച് അധികാരപീഠം നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭയം കൊണ്ടായിരുന്നു രാജാവ് ഈ നിലപാട് സ്വീകരിച്ചത്. പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരാനുള്ള ക്ഷണം നിരസിച്ച പൃഥ്വിരാജിനെ കുറിച്ച് ഖാജ മുഈനുദ്ദീൻ തങ്ങൾ പറഞ്ഞു, പൃഥ്വിരാജനെ നാം അറസ്റ്റ് ചെയ്ത് ഇസ്ലാമിക സൈന്യത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിന്റെ പൊരുൾ ആർക്കും മനസ്സിലായില്ല.
ഖാജ തങ്ങൾ ഇപ്രകാരം പറയുന്നതിന് മുമ്പ് സുൽത്താൻ ശിഹാബുദ്ദീൻ ഗോറിയും പൃഥ്വിരാജനും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തെ പറ്റി പറയാം. ലാഹോറിൽ വെച്ച് സുൽത്താൻ ശിഹാബുദ്ദീൻ ഗോറിയും പൃഥ്വിരാജനും തമ്മിൽ അതിശക്തമായ ഒരു യുദ്ധം നടന്നിരുന്നു. ആ ഏറ്റുമുട്ടലിൽ ഗോറി പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിനു പകരം വീട്ടാൻ തക്കം നോക്കിയിരിക്കുകയായിരുന്നു സുൽത്താൻ ശിഹാബുദ്ദീൻ ഗോറി. ഇതിനിടയിൽ സുൽത്താൻ ഗോറി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഖാജ മൊഈനുദ്ദീൻ ചിശ്തി തങ്ങൾ ഗോറിയോട് പറഞ്ഞു, ഓ ശിഹാബുദ്ദീൻ, ഇന്ത്യയുടെ ആധിപത്യം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഉറക്കത്തിൽ നിന്നുണരൂ, വേഗം ഒരുങ്ങി പുറപ്പെടൂ. സുൽത്താൻ ഞെട്ടിയുണർന്നു. താൻ കണ്ട സ്വപ്നത്തെ പറ്റി ചിന്തിച്ചു. സ്വപ്ന വ്യാഖ്യാതാക്കളെ ദർബാറിൽ വിളിച്ചു വരുത്തി സ്വപ്ന വ്യാഖ്യാനം ആവശ്യപ്പെട്ടു. സ്വപ്നം സത്യമാണെന്നും ഇത്തവണ ഇന്ത്യയിൽ പോയാൽ വിജയം സുനിശ്ചിതമാണെന്നും അതാണ് സ്വപ്നത്തിന്റെ അർത്ഥമെന്നും അവർ ഐക്യകണ്ഠേന തീർത്തു പറഞ്ഞു. പിന്നെ താമസിച്ചില്ല, സൈന്യങ്ങളുമായി പുറപ്പെടാൻ ഒരുങ്ങി. ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടത്തി. കർമ്മധീരനും തന്ത്രജ്ഞനുമായിരുന്ന സുൽത്താൻ ഗോറിയുടെ യുക്തിബോധവും യുദ്ധപാടവവും അസാമാന്യമായിരുന്നു. വമ്പിച്ച സൈനിക വ്യൂഹത്തെയും കൂട്ടി സുൽത്താൻ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഈ സന്ദർഭത്തിൽ പൃഥ്വിരാജൻ തന്റെ കോട്ടമുകളിൽ കയറി പുറത്തേക്ക് നോക്കി. ഖാജ മൊഈനുദ്ദീൻ എന്നവർ അജ്മീർ വിട്ടുപോയോ എന്നറിയാനായിരുന്നു അത്. തദവസരം രണ്ടാളുകൾ ഒട്ടകപ്പുറത്ത് കൊട്ടാരത്തെ ലക്ഷ്യമാക്കി വരുന്നതാണ് കാണാൻ കഴിഞ്ഞത്. എന്തോ ഒരു പ്രത്യേക വിവരമായിട്ടാണ് അവർ വരുന്നതെന്ന് മനസ്സിലാക്കി രാജാവ് വേഗം താഴോട്ടിറങ്ങി ഉപചാരപൂർവം അവരെ സ്വീകരിച്ചിരുത്തി. ആഗതർ ഒരെഴുത്ത് രാജാവിനെ ഏൽപ്പിച്ചു. ജിജ്ഞാസയോടെയാണ് അദ്ദേഹം എഴുത്തു വായിച്ചത്. എഴുത്തു വായിച്ച പൃഥ്വിരാജൻ ഞെട്ടിപ്പോയി. സുൽത്താൻ ഗോറിയുടെ യുദ്ധപ്രഖ്യാപനമായിരുന്നു കത്തിലെ ഉള്ളടക്കം. പൃഥ്വിരാജനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു അത്. എങ്കിലും ഉടനെ തന്നെ പൃഥ്വിരാജൻ വലിയൊരു സൈന്യത്തെ സജ്ജമാക്കി. ഖാജ തങ്ങളും ശിഷ്യന്മാരും ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ ലാഹോറിൽ താമസിച്ചിരുന്ന കാലത്തായിരുന്നു ഡൽഹിക്കടുത്ത താനേശ്വരം എന്ന സ്ഥലത്ത് വെച്ച് AD 1191 സുൽത്താൻ ഗോറിയും പൃഥ്വിരാജനും തമ്മിൽ ആദ്യ യുദ്ധം നടന്നതും സുൽത്താൻ ഗോറി പരാജിതനായതും. രണ്ടാമത്തെ ഈ ഏറ്റുമുട്ടലും താനേശ്വരത്ത് വെച്ചു തന്നെയാണ് നടക്കുന്നത്. ഇപ്പോഴും മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ഷെയ്ഖ് ഖാജ തങ്ങളിൽ നിന്നുള്ള ആത്മീയ സഹായം മുസ്ലിങ്ങൾക്ക് ലഭിച്ചിരുന്നു. സുൽത്താൻ ഗോറിയും പൃഥ്വിരാജനും തമ്മിലുള്ള ഘോരയുദ്ധം അരങ്ങേറി. പൊടിപടലങ്ങൾ കൊണ്ട് അന്തരീക്ഷം മ്ലാനമുളുകമായിരിക്കുന്നു. ആർക്കും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. ഏറ്റുമുട്ടലുകൾക്കിടയിൽ വാളിന്റെ പരിചയുടെ മൂർഖനാദങ്ങൾ അലയടിക്കുന്നു. ഒടുവിൽ ശത്രുക്കൾ പരാജയം സമ്മതിച്ച് പിന്തിരിഞ്ഞോടി. പൃഥ്വിരാജന്റെ സൈനാധിപനും രാജാക്കന്മാരും കൊല്ലപ്പെട്ടു. സുൽത്താൻ ഗോറിയുടെ സൈന്യം പൃഥ്വിരാജനെ പിടിച്ച് ബന്ധനസ്ഥനാക്കി. പൃഥ്വിരാജനെ നാം അറസ്റ്റ് ചെയ്ത് ഇസ്ലാമിക സേനയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ഖാജ മൊഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ പ്രവചനം പുലർന്നു. യുദ്ധത്തിൽ വിജയം വരിച്ച സുൽത്താൻ ഗോറി ഖാജ തങ്ങളുടെ അടുത്തുവന്ന് അഭിവാദനങ്ങൾ അർപ്പിച്ചും അനുഗ്രഹാശിസ്സുകൾ വാങ്ങിയും തിരിച്ചുപോയി. ഇൻഷാ അല്ലാഹ് ഖാജ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചരിത്ര ഭാഗങ്ങളുമായി അടുത്ത ദിവസം കാണുന്നതുവരെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.